الحمد لله الحمد لله الذي خلق السماوات والأرض وجعل الظلمات والنور نحمد الله ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله الذي بلغ الرسالة وأدى الأمانة ونصح على هذه الأمة وجاهد في الله حق جهاده حتى أتانا اليقين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الإخوان والأخوات أوصيكم ونفسي أولا بتقوى الله إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب سبحانك اللهم لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لقد أرسلنا رسلنا بالبينات وأنزلنا معهم الكتاب والميزان ليقوم الناس بالقسط وأنزلنا الحديد فيه بأس شديد ومنافع للناس وليعلم الله من ينصره ورسله بالغيب إن الله قوي عزيز صدق الله العلي العظيم ബഹുമാന്യരായ സഹോദരി സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കേണ്ട വണ്ണം സൂക്ഷിച്ചു, ഭയപ്പെടേണ്ട വണ്ണം ഭയപ്പെട്ടു, പടച്ചവന്റെ വിധിവിലക്കുകൾക്ക് വിട്ടുകൊടുത്ത ജീവിതത്തിന്റെ ഉടമകളായി അവസാന ശ്വാസം വരെയും നിലനിന്നു പോകാൻ അതീവ ജാഗ്രതയോടുകൂടി പരിശ്രമിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. കരുണാവാരിധിയായ അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതം കടന്നു പോകുന്ന ഇടങ്ങളിലൊക്കെയും റബ്ബിന്റെ ഇഷ്ടത്തിന് പ്രഥമ പരിഗണന നൽകിക്കൊണ്ട് മുന്നോട്ട് പോകാൻ, അതുവഴി അല്ലാഹു തൃപ്തിപ്പെട്ട അവന്റെ സച്ചരിതരായ അടിയാറുകളിൽ ഉൾപ്പെടാൻ, മരണം അല്ലാഹുവിനെ തൃപ്തിപ്പെട്ട അവസ്ഥയിലാകാൻ, നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുത്തഖീകളായ അടിയാറുകൾക്ക് വേണ്ടി സജ്ജമാക്കി വെച്ചിട്ടുള്ള പടച്ചവന്റെ സ്വർഗം അനന്തരപ്പെടുത്താൻ നമുക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹിജ്റ കലണ്ടറിലെ 3-ാമത്തെ മാസമാണ് റബീഉൽ അവ്വൽ. ആ റബീഉൽ അവ്വൽ മാസത്തിലൂടെയാണ് സത്യവിശ്വാസികൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. റബീഉൽ അവ്വൽ മാസമാകുമ്പോൾ നമ്മുടെ സമുദായത്തിൽ സാധാരണഗതിയിൽ പല രീതിയിലുള്ള തർക്കവിതർക്കങ്ങളും വാദപ്രതിവാദങ്ങളുമൊക്കെ നമ്മൾ കണ്ടുവരുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തിന്റെ ആഘോഷത്തിന്റെ പേരിലും ആ ആഘോഷത്തെ ആക്ഷേപിക്കുന്നതിന്റെ പേരിലുമൊക്കെ പല വാദപ്രതിവാദങ്ങളും ഖണ്ഡനങ്ങളുമൊക്കെ സമുദായത്തിൽ പതിവാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയ സംവിധാനങ്ങൾ വ്യാപകമായതുകൊണ്ട് തെരുവുകളിൽ അത് വല്ലാതെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല, അത്രയും ആശ്വാസകരമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മീലാദ് മാത്രമല്ല, റസൂലുള്ളാഹിയുടെ വഫാത്തും പ്രവാചകൻ ഈ ലോകത്തോട് വിട പറഞ്ഞതും റബീഉൽ അവ്വൽ മാസത്തിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അങ്ങനെ വരുമ്പോൾ
മീലാദും വഫാത്തും സംഭവിച്ച മാസം, റസൂലുള്ളാഹിന്റെ ജന്മത്തിൽ നമ്മൾ സന്തോഷിക്കുമ്പോൾ റസൂലുള്ളാഹിന്റെ വഫാത്തിൽ നമ്മൾ അതീവ ദുഃഖം അനുഭവിക്കുന്ന ഒരു മാസം കൂടിയാണ്. സ്വാഭാവികമായും അങ്ങനെ ഒരു റസൂലുള്ളാഹിന്റെ വിടവാങ്ങിയതിന്റെ ഒരു ദുഃഖം കൂടി നിലനിൽക്കുമ്പോൾ അതൊരു ആഘോഷത്തിന്റെ മൂഡിലായിരിക്കുകയില്ല വിശ്വാസികൾക്ക് അനുഭവപ്പെടേണ്ടത് എന്നാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാനുള്ളത്. ഈ റസൂലിന്റെ മീലാദും വഫാത്തും, പ്രവാചകൻ ജനിച്ചതും വിടവാങ്ങിയതും റബീഉൽ അവ്വലിലാണ് എന്നതുകൊണ്ട് ഈ മാസത്തിന് എന്തെങ്കിലും പ്രത്യേക പ്രാധാന്യം പരിശുദ്ധ ഖുർആനോ പ്രവാചക വചനങ്ങളോ ഖുലഫാഉർ റാഷിദീങ്ങളുടെ ചരിത്രത്തിലോ നമുക്ക് ആർക്കും കാണാൻ കഴിയുന്നില്ല. നമുക്കറിയാം, അള്ളാഹുവിന്റെ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ പേരെടുത്ത് പറഞ്ഞ ഒരേ ഒരു മാസം അത് റബീഉൽ അവ്വൽ അല്ല, പരിശുദ്ധ റമദാനാണ്. ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനിൽ 4 മാസങ്ങളെ കുറിച്ച് ആദരണീയ മാസം എന്ന് അള്ളാഹു വിശേഷിപ്പിക്കുന്നുണ്ട്. ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹി യൗമ ഖലഖസ് സമാവാതി വൽ അർദ് മിൻഹാ അർബഅത്തുൻ ഹുറും. 4 മാസങ്ങൾ ആദരണീയമായ പവിത്രമായ മാസങ്ങളാണ്. ആ 4 മാസങ്ങൾ എന്ന് പറയുന്ന റജബും ദുൽഖഅദും ദുൽഹജ്ജും മുഹറമുമാണ്. അഥവാ ആ 4 മാസങ്ങളുടെ കൂട്ടത്തിലും റബീഉൽ അവ്വലിനെ ഉൾപ്പെടുത്തിയിട്ടില്ല. യുദ്ധം നിരോധിക്കപ്പെട്ട മാസങ്ങളാണ് ആ 4 മാസങ്ങൾ. ഇനി വിശുദ്ധ ഖുർആനിൽ തന്നെ 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമായ ഒരു രാവ് പരാമർശിക്കുന്നുണ്ട്. സൂറത്തുൽ ഖദറിൽ അത് ലൈലത്തുൽ ഖദർ എന്ന രാവാണ്. ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹർ. ആ 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമാക്കപ്പെട്ട ആ രാവ് ഉള്ളതും റബീഉൽ അവ്വലിലല്ല, പരിശുദ്ധമായ റമദാൻ മാസത്തിലാണ്. പ്രവാചക വചനങ്ങളിൽ നിന്ന് 365 ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഒരു വർഷത്തിലെ പകലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ പകൽ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഒരു ദിവസമുണ്ട്. മാമിൻ യൗമിൻ അഫ്ളലു ഇൻദല്ലാഹ്. അള്ളാഹുവിന്റെ അടുക്കൽ ആ പകലിനേക്കാളും ശ്രേഷ്ഠമായ മറ്റൊരു ദിവസവുമില്ല എന്ന് പഠിപ്പിക്കപ്പെട്ട ഒരു പകൽ, അതും റബീഉൽ അവ്വലിലല്ല, മറിച്ച് ദുൽഹജ്ജ് 9 അറഫ ദിനത്തെ കുറിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഒരു അമലിന്, ഒരു സൽക്കർമ്മത്തിന് റബീഉൽ അവ്വലിൽ ചെയ്യുന്നതിന് പ്രത്യേകമായ പ്രാധാന്യമോ പുണ്യമോ കൽപ്പിക്കപ്പെട്ടതായി പരിശുദ്ധ ഖുർആനിലോ ഹദീസ് ഗ്രന്ഥങ്ങളിലോ നമ്മൾ എവിടെയും കാണുന്നില്ല. മറ്റൊരു കാര്യം, ലോകത്ത് കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിൽ കടന്നുപോയ ഒരുപാട് മഹാന്മാരും മഹദികളും ഒക്കെ, അവരിൽ പലരെയും ഓർമ്മിക്കാൻ വേണ്ടി അവരുടെ അനുയായികൾ ചില ദിവസങ്ങളൊക്കെ, പ്രത്യേകമായ ദിവസങ്ങളൊക്കെ നിശ്ചയിച്ചിട്ടുണ്ട്. പലപ്പോഴും അങ്ങനെയൊക്കെ നിശ്ചയിക്കപ്പെട്ടത് കൊണ്ടാണ് ഇങ്ങനെ ഒരാൾ ചരിത്രത്തിൽ ജീവിച്ചിരുന്നു എന്ന് സമൂഹം മാത്രമല്ല അത്തരം മഹാന്മാരുടെ അനുയായികൾ പോലും ഓർക്കാറുള്ളത്. അങ്ങനെ പ്രത്യേകമായ ദിവസം നിശ്ചയിച്ചുകൊണ്ട് അനുയായികളാൽ ഓർമ്മിക്കേണ്ട ഒരു അവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല അഷ്റഫുൽ ഖൽഖിൽ ഉണ്ടാക്കിയിട്ടില്ല. അന്ത്യപ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ അവിടുത്തെ സ്മരണ 365 ദിവസവും 24 മണിക്കൂറും ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഉച്ചരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാമം ഉയർത്തപ്പെടാത്ത ഒരു നിമിഷവും ലോകത്ത് കഴിഞ്ഞു പോകുന്നില്ല. ബാങ്ക് അതിന്റെ ഏറ്റവും മനോഹരമായ തെളിവാണ്. ഒരു സ്ഥലത്തല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത്, ഒരു ഭൂഖണ്ഡത്തിൽ അല്ലെങ്കിൽ മറ്റൊരു ഭൂഖണ്ഡത്തിൽ ആ ബാങ്കിന്റെ ധ്വനി, റസൂലുള്ളാഹിന്റെ നാമം ആ ബാങ്കിലൂടെ അന്തരീക്ഷത്തിൽ മുഴങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. പ്രവാചകരെ, താങ്കളുടെ നാമത്തെ നാം, താങ്കളുടെ കീർത്തിയെ, താങ്കളുടെ സ്മരണയെ നാം ഉയർത്തുക തന്നെ ചെയ്യും. അത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. കോടാനുകോടി വിശ്വാസികളുടെ ജീവിതത്തെ, കോടാനുകോടി വിശ്വാസികളുടെ ജീവിതം
പ്രിയമുള്ളവരെ, ആ പ്രവാചക നാമത്തെ നിരന്തരം ഓർത്തുകൊണ്ടാണ് ഓരോ പകലും രാവും കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞുപോയ കോടാനുകോടി വിശ്വാസികളായാലും ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന 200 കോടിയിൽ പരം വിശ്വാസികളാണെങ്കിലും അവരുടെ ജീവിതത്തിൽ അവർ മുഴത്തിന് മുഴമായി ചാണിന് ചാണായി പിന്തുടരാൻ കൽപ്പിക്കപ്പെട്ട മാതൃക, റോൾ മോഡൽ എന്ന് പറയുന്നത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതാണ്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ പ്രവാചകരിൽ ഏറ്റവും വിശിഷ്ടമായ മാതൃകയുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ. അത് ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു പ്രത്യേക മേഖലകളിലല്ല, ആരാധനാ രംഗത്തോ പ്രാർത്ഥനാ മേഖലകളിലോ മാത്രമല്ല, ജീവിതം കടന്നു പോകുന്ന ഇടങ്ങളിലൊക്കെയും ഏറ്റവും വിശിഷ്ടമായ, ഏറ്റവും ഉത്കൃഷ്ടമായ, ഏറ്റവും മികച്ച മാതൃക, റോൾ മോഡൽ ആയിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചിട്ടുള്ളത്. ഒരു ഐഡിയൽ ലൈഫ് മോഡൽ. അതൊരു വിശ്വാസിക്ക് ലഭിക്കുന്നത് അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നാണ്. വ്യക്തി, കുടുംബം, സമൂഹം, രാഷ്ട്രം, നാഗരികം, സാമ്പത്തികം, സംസ്കാരം തുടങ്ങി മനുഷ്യജീവിതം കടന്നു പോകുന്ന എല്ലാ ഇടങ്ങളിലും ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന മുഴുവൻ മനുഷ്യർക്കുമുള്ള റോൾ മോഡലായിട്ടാണ്, മാതൃകാ വ്യക്തിത്വമായിട്ടാണ് പ്രവാചകന്റെ ചരിത്രം അടയാളപ്പെടുത്തിയിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ, ആ പ്രവാചക ജീവിതം മുഴുവനും നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ, റസൂലുള്ളാഹിന്റെ ജീവിതത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ, ആ ജീവിതം മുഴുവനും സത്യത്തിന്റെ ജീവിത സാക്ഷ്യമായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. വിട്ടുവീഴ്ചയില്ലാത്ത നീതിയുടെ ജീവിത സാക്ഷ്യമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നന്മയുടെയും സകല മൂല്യങ്ങളുടെയും സാക്ഷ്യമായിരുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അത് മുന്നിൽ വെച്ചുകൊണ്ട് ഇന്നത്തെ ഒരു ലോകത്തേക്കും കാലത്തേക്കും നമ്മൾ തിരിഞ്ഞു നോക്കണം. നീതി നിഷേധം നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ ലോകത്ത്, ഇന്നത്തെ ലോകത്ത് നീതിയിൽ അധിഷ്ഠിതമായ ഒരു വിമോചന ദർശനമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത സന്ദേശം, അവിടുന്ന് പകർന്നു തന്ന ജീവിത മാതൃക ഉയർത്തിപ്പിടിക്കാൻ പ്രവാചകന്റെ അനുയായികളെന്ന് അഭിമാനിക്കുന്ന വിശ്വാസികൾക്ക് കഴിയേണ്ടതുണ്ട് എന്നാണ് വിനീതമായി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാമല്ലോ, ആധുനിക ലോകവും ലോക ജനതയും അഭിമുഖീകരിക്കുന്ന വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ, സാമ്പത്തികവും സാമൂഹികവുമായ അസമത്വങ്ങൾ, നാൾക്കുനാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന, തിടം വച്ചു വളർന്നുകൊണ്ടിരിക്കുന്ന ഇസ്ലാമോഫോബിക്കായ അന്തരീക്ഷം, ഇസ്ലാം പേടി ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ, ദുർബലരായ ജനവിഭാഗങ്ങൾ നിരന്തരം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നീതി നിഷേധങ്ങളുടെ പരമ്പരകൾ, ഇവയ്ക്കൊക്കെ പരിഹാരമായി കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തിന് സമർപ്പിച്ച, മാനവരാശിക്ക് സമർപ്പിച്ച നീതിയിൽ അധിഷ്ഠിതമായ അധ്യാപനങ്ങൾ, അവയുടെ പ്രചാരകരും പ്രബോധകരുമായി പ്രവാചകന്റെ ഉമ്മത്തിന് ഉയർന്നു നിൽക്കാൻ സാധിക്കേണ്ടതുണ്ട് എന്നാണ് ഈ സന്ദർഭത്തിൽ സഹോദരി സഹോദരങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. നമുക്കറിയാമല്ലോ, ഇസ്ലാമും മുസ്ലിം സമുദായവും വിശുദ്ധ ഖുർആനും പ്രവാചക ജീവിതവും ഒക്കെ നിരന്തര തെറ്റിദ്ധരിപ്പിക്കലുകൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന കാലത്തും ലോകത്തുമാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നിത്യജീവിതത്തിൽ നിരന്തരം നമ്മൾ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രബുദ്ധമായ പ്രിയപ്പെട്ട സദസ്സിനോട് ഞാൻ അധികം വിശദീകരിക്കേണ്ട കാര്യമില്ല. സയനിസ്റ്റുകളും ഫാഷിസ്റ്റുകളും അതിൽ ഒറ്റക്കെട്ടാണ്. സകല ഇസ്ലാം വിരുദ്ധ ശക്തികളും സംഘടനകളും സംവിധാനങ്ങളും അതിൽ മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ പോലും ഇസ്ലാം വിരുദ്ധ പൊതുബോധം ശക്തിപ്പെടുത്തുവാനുള്ള വളരെ ബോധപൂർവവും ആസൂത്രിതമായ ശ്രമങ്ങൾ സമൂഹത്തിന്റെ പല ഭാഗത്തു നിന്നും നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിന്റ് മീഡിയകളും ഇലക്ട്രോണിക് മീഡിയകളും മാത്രമല്ല, സോഷ്യൽ മീഡിയ നെറ്റ്വർക്കുകളും സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും ഒക്കെ ഇസ്ലാം വിരുദ്ധ പ്രചരണങ്ങൾക്കായി പ്രതിയോഗികൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അവയൊക്കെ അതിൽ മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ്. നിരന്തരമായ നീതി നിഷേധങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം ഉമ്മത്തിന് നേരെയാണ് സകല ഇസ്ലാം വിരുദ്ധ ശക്തികളും തിരിഞ്ഞിരിക്കുന്നത്, ഓൺലൈനിലും ഓഫ്ലൈനിലും ഒരുപോലെ. പ്രിയമുള്ളവരെ, ലോകത്തിന് മുന്നിൽ ഇന്നും ഉത്തരമില്ലാത്ത ഒരു ചോദ്യമായി നിസ്സഹായരായ ഒരു ജനത ഗസ്സയിൽ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മുമ്പിലുണ്ട്. ഇത്തരം ഒരു സാഹചര്യത്തിലേക്കാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ലോക ശ്രദ്ധ തിരിയുന്ന ഒരു റബീഉൽ അവ്വൽ കൂടി കടന്നു വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. മാസത്തിന് പ്രത്യേകമായി പ്രാധാന്യമില്ലെങ്കിൽ പോലും റസൂലുള്ളാഹിന്റെ ജീവിതം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാലത്ത് സത്യനീതി നിഷേധങ്ങൾ നിരന്തരം വേട്ടയാടപ്പെടുന്ന ഒരു ഉമ്മത്ത് എന്ന നിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സമർപ്പിച്ച, സമൂഹത്തിന് പ്രവാചകൻ പകർന്നു നൽകിയ
നീതിയിൽ അധിഷ്ഠിതമായ ഇസ്ലാമിക ജീവിതക്രമത്തെ സമൂഹത്തിന് ധാരാളമായി പരിചയപ്പെടുത്തേണ്ടതും ഉയർത്തിപ്പിടിക്കേണ്ടതും ഉമ്മത്തിന്റെ ബാധ്യതയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അക്രമവും അനീതിയും വ്യാപകമായ ഒരു ലോകക്രമത്തിൽ നീതിയുടെയും സമാധാനത്തിന്റേതുമായ ഒരു ദർശനം പ്രയോഗവൽക്കരിച്ച പ്രവാചക ജീവിതം ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ടതല്ലേ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നീതിയുടെയും സമാധാനത്തിന്റേതുമായ ഒരു ദർശനം അതിന്റെ പൂർണ്ണതയിൽ സ്ഥാപിച്ചുകൊണ്ടും തന്റെ കാലശേഷം വരാനിരിക്കുന്ന ജനതകൾക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടുമാണല്ലോ അഷ്റഫുൽ ഖൽഖ് ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുള്ളത്. ആരെയാണ് റസൂലുള്ള ഈ ദർശനം ഏൽപ്പിച്ചത്? ആരെയാണ് ഈ നീതിയിൽ അധിഷ്ഠിതമായ ആശയം റസൂലുള്ള ആർക്കാണ് കൈമാറിയത്? പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന മുസ്ലിം ഉമ്മത്തിന്റെ പ്രതിനിധികളെയാണ് പ്രവാചകൻ ഇത് ഏൽപ്പിച്ചിരിക്കുന്നത്. തിരുനേരി തന്റെ വഫാത്തിന് തൊട്ടു മുമ്പ് ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി മക്കയിലെത്തുന്ന പ്രവാചകൻ 1.25 ലക്ഷത്തോളം വരുന്ന തന്റെ കൂടെ ഹജ്ജിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന തന്റെ അനുയായികൾ അഭിമുഖീകരിച്ചുകൊണ്ട് പറഞ്ഞില്ലേ, എനിക്കറിയില്ല അടുത്ത വർഷം ഇതുപോലെ നിങ്ങളെ ഇവിടെ വെച്ചുകൊണ്ട് അഭിമുഖീകരിക്കാൻ കഴിയുമോ എന്നെനിക്കറിയില്ല എന്ന് പറയുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിടവാങ്ങലിന്റെ സൂചന നൽകുകയാണോ എന്ന് ഓർത്തുകൊണ്ട് ആ സംശയത്താൽ ചില സഹാബികളുടെ തേങ്ങലുകൾ ഉയരുമ്പോ, ചില സഹാബികൾ വിങ്ങിപ്പൊട്ടുമ്പോ തന്റെ പ്രിയപ്പെട്ട അനുയായികളെ ആശ്വസിപ്പിച്ചുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞൊരു വർത്തമാനമില്ലേ, ഇന്നി തറക്തു ഫീകും അംറൈൻ ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വസുന്നതി. 2 കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ബാക്കി വെക്കുന്നുണ്ട്. ആ 2 കരുത്തുറ്റ അവലംബങ്ങൾ നിങ്ങൾ മുറുകെ പിടിക്കുന്ന കാലത്തോളം മുസ്ലിം ഉമ്മത്തിന് വഴിപിഴക്കുകയില്ല. മുസ്ലിം ഉമ്മത്ത് ആരുടെയും പിന്നിൽ സഞ്ചരിക്കേണ്ട ഗതികേട് സംഭവിക്കുകയില്ല. മറ്റുള്ളവരുടെ എച്ചിലുകൾക്ക് വേണ്ടി അവരുടെ പിറകെ നടക്കേണ്ട ഗതികേട് ഈ സമുദായത്തിന് സംഭവിക്കുകയില്ല. കിതാബുല്ലാഹി വസുന്നതി, അള്ളാഹുവിന്റെ ഗ്രന്ഥവും പ്രവാചകന്റെ ചര്യയുമാണത്. പ്രിയമുള്ളവരെ, കരുത്തുറ്റ 2 അവലംബങ്ങൾ, തുല്യതയില്ലാത്ത 2 ഈടുവെപ്പുകൾ നമുക്ക് ബാക്കി വെച്ചിട്ടാണ്, മുസ്ലിം ഉമ്മത്തിനെ ഏൽപ്പിച്ചിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് നിന്നും വഫാത്താകുന്നത്. ആ 2 അവലംബങ്ങൾ മുറുകെ പിടിക്കുന്ന കാലത്തോളം ഉമ്മത്തിന് വഴിപിഴക്കുകയില്ല എന്ന് ആണയിട്ട് പറഞ്ഞില്ലേ അന്ത്യപ്രവാചകൻ. പരിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും എന്ന് പറയുമ്പോൾ ഇസ്ലാമിക ജീവിതത്തിന്റെ തത്വവും പ്രയോഗവുമാണത്. ഇസ്ലാമിക ആദർശത്തിന്റെ തത്വവും ആവിഷ്കാരവുമാണത്. നമുക്കറിയാമല്ലോ, വിശുദ്ധ ഖുർആനിന്റെ ജീവിത സാക്ഷ്യമായിരുന്നല്ലോ പ്രവാചകന്റെ ജീവിതം. ഖുർആനിന്റെ അക്ഷരങ്ങൾക്ക് സ്വന്തം ജീവിതം കൊണ്ട് ജീവൻ നൽകിയതാണ് പ്രവാചക ജീവിതം എന്ന് പറയുന്നത്. പരിശുദ്ധ ഖുർആൻ എങ്ങനെയാണോ മനുഷ്യ ജീവിതത്തിൽ മനോഹരമായി അപ്ലൈ ചെയ്യേണ്ടത് എന്ന് അവിടുന്ന് 23 വർഷക്കാലത്തെ തന്റെ നുബുവത്തിന്റെ കാലഘട്ടത്തിലൂടെ ഈ സമൂഹത്തിന് കാണിച്ചു കൊടുക്കുകയായിരുന്നു. ഖുർആൻ മനുഷ്യരൂപം പ്രാപിച്ചാൽ എങ്ങനെയാകുമോ അതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതം. അതാണ് മഹദി ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് പ്രവാചക ജീവിതത്തെ പഠിക്കാൻ ചെന്ന അനുയായികളോട് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, വകാന ഖുർആനൻ യംശി അലൽ അർദ്, ഖുർആനിലൂടെ ഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന ഖുർആനാണ് പ്രവാചകൻ എന്ന്. അഥവാ ഖുർആനിന്റെ ആദ്യത്തെ ലിവിംഗ് എഡിഷൻ എന്ന് നമുക്ക് പ്രവാചക ജീവിതത്തെ മനസ്സിലാക്കാൻ സാധിക്കും. പരിശുദ്ധ ഖുർആനിന്റെ ആദ്യത്തെ ലിവിംഗ് എഡിഷൻ. ആ പ്രവാചകനിലേക്ക് ലോകത്തിന്റെ ശ്രദ്ധ തിരിയുന്ന ഒരു സന്ദർഭത്തിൽ ഹബീബായ റസൂലിന്റെ അനുയായികൾ എന്ന നിലക്ക് ആ പുണ്യപ്രവാചകനോടുള്ള നമ്മുടെ ബാധ്യത എന്താണെന്ന് ആലോചിക്കാൻ പ്രിയമുള്ളവരെ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. റസൂലിനോടുള്ള സുപ്രധാനമായ നമ്മുടെ ബാധ്യതകളെ സംബന്ധിച്ച് അതിൽ ഏതാനും ഒരു 2-3 ബാധ്യതകളെ കുറിച്ച് സൂചിപ്പിക്കാൻ മാത്രമാണ് പരിമിതമായ സമയത്തിനുള്ളിൽ ആഗ്രഹിക്കുന്നത്. വിശ്വാസികൾ എന്ന നിലക്ക്, പ്രവാചകന്റെ അനുയായികൾ എന്ന നിലക്ക് എനിക്കും നിങ്ങൾക്കുമുള്ള റസൂലുള്ളാഹിനോടുള്ള ഒന്നാമത്തെ ബാധ്യത എന്ന് പറയുന്നത് പ്രവാചകനെ പഠിക്കുക എന്നത് തന്നെയാണ്. അള്ളാഹുവിന്റെ റസൂലിനെ ആഴത്തിൽ അറിയുക എന്നത് തന്നെയാണ്. പ്രവാചകനെയും പ്രവാചക ദൗത്യത്തെയും പഠിക്കുക എന്നത് നമ്മുടെ പ്രവാചകനോടുള്ള പ്രഥമ ബാധ്യതയാണ്. പരിശുദ്ധ ഖുർആൻ ഒരാവർത്തി നമ്മൾ വായിച്ചാൽ അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗ ലക്ഷ്യം പലയിടത്തായി പരന്നു കിടക്കുന്ന നമുക്ക് കാണുവാൻ സാധിക്കും. അതിൽ ചിലത് റസൂലിനെ നേർക്ക് നേരെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ്, യാ അയ്യുഹൻ നബിയു എന്ന് വിളിച്ചുകൊണ്ടാണ്. വേറെ ചിലത് വിശ്വാസികളെ അഭിമുഖീകരിച്ചുകൊണ്ട് അക്കാര്യം വിശദീകരിക്കുന്നതാണ്. മറ്റു ചിലയിടത്ത് മൊത്തം മനുഷ്യ സമൂഹത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് റസൂലുള്ളാഹിന്റെ നിയോഗ ദൗത്യത്തെ പരാമർശിക്കുന്നതാണ്. യാ അയ്യുഹന്നാസ് ഖുൽ യാ അയ്യുഹന്നാസ് ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ തുടങ്ങിയ ആയത്തുകളിൽ അങ്ങനെ നമ്മൾ കാണുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഈ ആയത്തുകളെയൊക്കെ നമ്മൾ കൂട്ടിവെക്കുമ്പോൾ മാത്രമേ പ്രവാചക മിഷൻ, പ്രവാചക ദൗത്യം എന്തായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ.
അപ്പൊ റസൂലുള്ളാഹിന്റെ ജീവിതത്തെ പഠിക്കാൻ നമ്മുടെ മുമ്പിലുള്ള ഒന്നാമത്തെ അവലംബം പരിശുദ്ധ ഖുർആനാണ്. രണ്ടാമത്തെ അവലംബം സീറ ഗ്രന്ഥങ്ങളാണ്, പ്രവാചക ചരിത്ര രചനകളാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക, ലോക ചരിത്രത്തിൽ ഇത്രമാത്രം സൂക്ഷ്മമായി രേഖപ്പെടുത്തപ്പെട്ട ഒരു മനുഷ്യ ജീവ ചരിത്രം പ്രവാചകന്റേതുപോലെ വേറെ ഒരാളുടെയും നമുക്ക് കാണുവാൻ സാധ്യമല്ല. അത്രമാത്രം കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടതാണ് പ്രവാചകന്റെ ജീവിതം എന്ന് പറയുന്നത്. ജീവിതത്തിലെ നന്നേ നിസ്സാരമെന്ന് നമുക്ക് തോന്നാവുന്ന, ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ നന്നേ നിസ്സാരമെന്ന് നമുക്ക് തോന്നാവുന്ന ദഹം മുറിക്കുന്നതുമായി ബന്ധപ്പെട്ട മര്യാദകൾ തുടങ്ങി, അല്ലെ, നാട് ഭരിക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ സകലതും എങ്ങനെയാകണമെന്നതിന്റെ ഏറ്റവും മികച്ച മാതൃക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അടുക്കള മുതൽ അങ്ങാടി വരെ, അല്ല അവിടെ നിന്ന് അങ്ങോട്ട് അന്താരാഷ്ട്ര ബന്ധങ്ങൾ വരെ റസൂലുള്ളാഹി നമുക്ക് കാണിച്ചു തരികയാണ്. മനുഷ്യന്റെ സകല ജീവിത ചലനങ്ങളും ഓരോ അനക്കങ്ങളും അടക്കങ്ങളും കൃത്യമായി നമ്മുടെ മുമ്പിൽ പ്രവാചകൻ വരച്ചു വെച്ചിരിക്കുകയാണ്. ആ വിശുദ്ധ ജീവിതത്തെ ആഴത്തിൽ പഠിക്കാൻ, ആ പ്രവാചക ജീവിതത്തെ ആഴത്തിൽ അറിയാൻ വിശ്വാസികൾ എന്ന നിലക്ക് എനിക്കും നിങ്ങൾക്കും ബാധ്യതയുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിച്ചു വരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള നമ്മുടെ രണ്ടാമത്തെ ബാധ്യത ആ പ്രവാചകനെ നമ്മുടെ ജീവിതം കൊണ്ട് പിന്തുടരുക എന്നതാണ്. അഥവാ കേവലം അറിവിന് വേണ്ടിയുള്ള ചരിത്ര വായനയല്ല, കേവലം പഠിക്കാൻ വേണ്ടിയുള്ള പ്രവാചക പഠനമല്ല, റസൂലിന്റെ ചര്യയെ നമ്മുടെ ജീവിതത്തിലേക്ക് പറിച്ചു നടാൻ പ്രാപ്തമാകണം നമ്മുടെ പ്രവാചക പഠനം എന്നാണ് ഞാൻ സൂചിപ്പിക്കാനുള്ളത്. എന്ന് പറഞ്ഞാൽ വായിച്ചു വിടാനുള്ളതല്ല പ്രവാചക ചരിത്രം, വായിച്ചെടുക്കാനുള്ളതാണ് റസൂലിന്റെ ജീവിതം എന്ന് പറയുന്നത്. പഠനത്തിൽ പരിമിതപ്പെടുത്താനുള്ളതല്ല, പഠിച്ചു പകർത്താനുള്ളതാകണം പ്രവാചക ചരിത്രം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തി ജീവിതം, അവിടുത്തെ പ്രഭാതം മുതൽ പ്രദോഷം വരെ, ഉറക്കമുണർന്നത് മുതൽ ഉറങ്ങാൻ കിടക്കുന്നത് വരെയുള്ള ജീവിതം, അതിൽ റസൂലുള്ളാഹിയുടെ ആരാധനകൾ, അവിടുത്തെ വ്യക്തി ജീവിതം, കുടുംബ ജീവിതം, ദൈനംദിന ജീവിതത്തിലെ പ്രവാചക മാതൃകകൾ, കുടുംബത്തോടുള്ള ബാധ്യതാ നിർവഹണം, ഇണകളോടുള്ള സമീപനം, മക്കളോടുള്ള പെരുമാറ്റം, അയൽവാസികളോടുള്ള ബാധ്യതകൾ, സാമ്പത്തികമായ വിശുദ്ധമായ സാമ്പത്തിക ജീവിതം, സദാചാര ധാർമ്മിക മര്യാദകൾ, സാമൂഹ്യ ജീവിതത്തിലെ പ്രവാചക മാതൃകകൾ, ഖുർആനിക അടിത്തറയിലുള്ള രാഷ്ട്രീയ നിലപാടുകൾ, അങ്ങനെ മനുഷ്യ ജീവിതം കടന്നുപോകുന്ന ചെറുതും വലുതുമായ വ്യക്തിപരവും കുടുംബപരവും സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയപരവുമായ സകല ഇടങ്ങളിലും നമ്മൾ മുറുകെ പിടിക്കേണ്ടതായി പ്രവാചകൻ പഠിപ്പിച്ചതും പ്രവാചകൻ പകർന്നു തന്നതുമായ മാതൃകകൾ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ നമുക്ക് സാധ്യമാകുമ്പോഴാണ് റസൂലിന്റെ അനുയായികളാണ് എന്ന നമ്മുടെ അവകാശവാദം ആത്മാർത്ഥതയുള്ളതായി തീരുക എന്ന് നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആനിന്റെ കൽപ്പനയാണ്. അള്ളാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് ഏകിയത് നിങ്ങൾ എടുക്കുക, അവിടുത്തെ കൽപ്പനകൾ നിങ്ങൾ അക്ഷരാർത്ഥത്തിൽ പ്രയോഗവൽക്കരിക്കുക. അവിടുന്ന് എന്തൊക്കെ നിങ്ങളോട് വിരോധിച്ചിട്ടുണ്ടോ, എന്തിൽ നിന്നൊക്കെ വിട്ടു നിൽക്കണമെന്ന് അഷ്റഫുൽ ഖൽഖ് നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ, അതിൽ നിന്നൊക്കെയും വിട്ടുനിന്നുകൊണ്ടുള്ള ജീവിതത്തിന്റെ ഉടമകളായി നിങ്ങൾ മാറുക. മൂന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അനുയായികളുടെ ബാധ്യത എന്ന് പറയുന്നത് പ്രവാചക ജീവിതത്തിന്റെ പ്രവാചക അധ്യാപനങ്ങളുടെ പ്രചാരകരും പ്രബോധകരുമാവുക എന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സത്യത്തിന്റെ ജീവിത സാക്ഷ്യമായതുപോലെ നമ്മളും സത്യദീനിന്റെ ജീവിത സാക്ഷ്യമാവുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നീതിയുടെ സാക്ഷ്യമായതുപോലെ നമ്മളും നീതിക്ക് സാക്ഷികളാവുക. ഇത് പരിശുദ്ധ ഖുർആൻ വിശ്വാസികളായ നമ്മോട് കൽപ്പിച്ചതാണ്. യാ അയ്യുഹല്ലദീന ആമനു കൂനു ഖവ്വാമീന ലില്ലാഹി ശുഹദാഅ ബിൽ ഖിസ്ത് വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു യഅദിലു ഹുവ അഖ്റബു ലിത്തഖ്വ വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ പടച്ചവന് വേണ്ടി നിലകൊള്ളണം, പടച്ചവന് വേണ്ടി നിങ്ങൾ നിലകൊള്ളണം, അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ നിലകൊള്ളണം, നീതിക്ക് നിങ്ങൾ സാക്ഷ്യം വഹിക്കണം. നിങ്ങളുടെ ജീവിത ഇടപാടുകളിൽ നീതി പാലിച്ചാൽ മതി എന്നല്ല ഖുർആൻ പറയുന്നത്. നീതിയുടെ പക്ഷത്ത് നിലയുറപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയണമെന്നാണ്. നീതി പുലരുന്ന ഒരു സാമൂഹിക ക്രമത്തിന് സാക്ഷികളാകാൻ നിങ്ങളാൽ സാധ്യമാകുന്ന വിധം പരിശ്രമിക്കണമെന്നാണ്. അനീതിയുടെ ആധിപത്യം അരങ്ങുവാഴുമ്പോ നീതിയുടെ ശബ്ദമാകാൻ നിങ്ങൾക്ക് സാധിക്കണമെന്നതാണ്. അനീതിയും അക്രമവും ഒക്കെ സമൂഹത്തിൽ വ്യാപിക്കുമ്പോ നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നവരാകണം മുഅ്മിനുകൾ എന്നതാണ്. വ്യക്തികളോടോ സമുദായങ്ങളോടോ സംഘടനകളോടോ സമൂഹങ്ങളോടോ ഉള്ള വിയോജിപ്പുകൾ, എതിർപ്പുകൾ, ശത്രുതകൾ, ആ വിഭാഗങ്ങളോടൊന്നും അനീതി പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് കാരണമാകരുത്. വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു യഅദിലു ഹുവ അഖ്റബു ലിത്തഖ്വ എന്ന് പറഞ്ഞാൽ എതിരാളികൾക്ക് പോലും നിങ്ങളിൽ നിന്നും അനുഭവിക്കാൻ കഴിയേണ്ടത് നീതിയുടെ പക്ഷത്ത് നിന്നുകൊണ്ടുള്ള നിലപാടുകളാകണം. നിങ്ങളുടെ തഖ്വ മാറ്റുരക്കപ്പെടുന്നത് ആ ഒരു രംഗത്ത് കൂടിയാണ് നിങ്ങൾ തിരിച്ചറിയണം.
കൂടെയുള്ളവർ നിങ്ങളെ കുറ്റപ്പെടുത്തിയില്ലെങ്കിൽ പോലും പടച്ചവൻ നിങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആയത്ത് അവസാനിക്കുന്നത്. ഇന്നല്ലാഹ ഖബീറുൻ ബിമാ തഅമലൂൻ. അള്ളാഹു നിങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. ഇതേ കാര്യത്തിന്റെ മറ്റൊരു സ്വഭാവത്തിൽ സൂറത്തു നിസായിലെ 135-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂനൂ ഖവ്വാമീന ബിൽ ഖിസ്തി ശുഹദാഅ ലില്ലാഹ്. സത്യവിശ്വാസികളെ, നിങ്ങൾ നീതിക്ക് വേണ്ടി നിലകൊള്ളണം, അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ സാക്ഷികളാകണം. വലൗ അലാ അൻഫുസികും വബിൽ വാലിദൈനി വൽ അഖറബീൻ ഇൻ യകുൻ ഗനിയ്യൻ ഔ ഫഖീറൻ വല്ലഫല്ലാഹു ഔലാ ബിഹിമാ ഫലാ തത്തബിഉൽ ഹവാ അൻ തഅദിലു ഫഇൻ തൽഉ ഔ തുഗ്രിദു ഫഇന്നല്ലാഹ കാന ബിമാ തഅമലൂന ഖബീറാ. സത്യവിശ്വാസികളെ, നിങ്ങൾ നീതിയുടെ ധ്വജവാഹകരാണോ? അവിടെയും നീതി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പുലർത്തിയാൽ മതി എന്നല്ല പറയുന്നത്, നിങ്ങൾ നീതിയുടെ കൊടിവാഹകരാകണമെന്നാണ്. അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ സാക്ഷ്യം വഹിക്കുന്നവരാകണമെന്നാണ്. നിങ്ങൾ നീതി പാലിക്കുന്നത്, നിങ്ങൾ നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നത്, നിങ്ങൾ സത്യത്തിന് സാക്ഷികളാകുന്നതിന്റെ ഫലം നിങ്ങൾക്ക് തന്നെ എതിരായാൽ പോലും, നിങ്ങളുടെ ഭൗതിക താല്പര്യങ്ങളോട് അത് ഇടയുന്നതായാൽ പോലും, നിങ്ങളുടെ സാമ്പത്തിക മോഹങ്ങൾക്ക് അത് തടസ്സമായാൽ പോലും, നിങ്ങളുടെ മാതാപിതാക്കൾക്കെതിരായാലും നിങ്ങളുടെ അടുത്ത ബന്ധുമിത്രാദികൾക്കെതിരായിരുന്നാൽ പോലും നിങ്ങൾ നീതിയുടെ പക്ഷത്ത് നിലകൊള്ളണം. നീതിക്ക് വേണ്ടി നിങ്ങൾ ശബ്ദിക്കണം. നീതി നിലവിൽ വരുന്ന ഒരു സാമൂഹിക ക്രമത്തിന് വേണ്ടി നിങ്ങൾ പണിയെടുക്കണം. അത് നിങ്ങൾക്കോ നിങ്ങളുടെ മാതാപിതാക്കൾക്കോ അടുത്ത ബന്ധുക്കൾക്കോ എതിരായിരുന്നാൽ പോലും. പ്രിയമുള്ളവരെ, ചരിത്രത്തിൽ നമ്മൾ മനോഹരമായ പ്രവാചക മാതൃകൾ നമ്മൾ കാണുകയാണ്. മഖ്സൂമിയ ഗോത്രത്തിലെ ഒരു സ്ത്രീ മോഷണം നടത്തിയിട്ട് അവരുടെ ഗോത്രക്കാർ അവളെ രക്ഷപ്പെടുത്താൻ വേണ്ടി, ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി പ്രവാചകന്റെ അടുത്ത് ശുപാർശ പറയുന്നതിന് ആളന്വേഷിക്കുന്നുണ്ട്. അവസാനം അവർ കണ്ടെത്തിയത് പ്രവാചകന്റെ വളർത്തുപുത്രനായ സെയ്ദ് ബിൻ ഹാരിസയാണ്. സെയ്ദ് ബിൻ ഹാരിസയെ റസൂലുള്ളാഹിന്റെ അടുത്ത് ഈ പെണ്ണിന് വേണ്ടി ശുപാർശ പറയാൻ വേണ്ടി റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് അയക്കുമ്പോ പ്രവാചകൻ കാര്യം അറിയുമ്പോൾ റസൂലുള്ളാഹി പറയുന്ന ഒരു വർത്തമാനമുണ്ടല്ലോ ചരിത്രത്തിൽ, നിങ്ങൾക്ക് മുമ്പുള്ള ജനസമൂഹങ്ങൾ നശിച്ചു പോയത് സമൂഹത്തിലെ ശക്തർ തെറ്റു ചെയ്യുമ്പോൾ അവർ കിളവ് ലഭിക്കുകയും സമൂഹത്തിലെ ദുർബലർ തെറ്റു ചെയ്യുമ്പോൾ അവരെ ശിക്ഷിക്കുകയും ചെയ്തത് കൊണ്ടാണ്. ഇത് പറഞ്ഞിട്ട് പ്രവാചകൻ പറഞ്ഞൊരു വർത്തമാനമുണ്ട്, വല്ലാഹി ലൗ അന്ന ഫാത്തിമത്ത ബിൻത് മുഹമ്മദ് ലൗ അന്ന സറഖത് ഫാത്തിമത്ത ബിൻത് മുഹമ്മദ് ലഖത്തഖത് യദഹാ. മുഹമ്മദിന്റെ മകൾ ഫാത്തിമയാണ് മോഷണം നടത്തിയതെങ്കിൽ പോലും ഇസ്ലാമിന്റെ ശിക്ഷാ നടപടികൾ അവൾക്ക് മേൽ നടപ്പിലാക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അത് നടപ്പിലാക്കുന്നിടത്ത് ഒരു വിട്ടുവീഴ്ചയും കാണിക്കാൻ എന്റെ മകളാണെങ്കിൽ പോലും ഞാൻ തയ്യാറാവുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അസന്നിഗ്ധമായി പറയുന്നത് ചരിത്രത്തിൽ നമ്മൾ കാണുകയാണ്. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്ന പ്രവാചകന്റെ നീതിനിഷ്ഠമായ ജീവിതം, നീതിയിൽ അധിഷ്ഠിതമായ ഒരു സാമൂഹിക ക്രമം, അത് പിന്തുടരാനും അത്തരം ഒരു സാമൂഹിക ക്രമത്തിന്റെ പുലർച്ചയ്ക്ക് വേണ്ടി പണിയെടുക്കാനും ബാധ്യസ്ഥരാണ് വിശ്വാസികൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരാൻ ചുമതലപ്പെടുത്തപ്പെട്ട വിശ്വാസികൾക്കൊക്കെയും സാധ്യമാകേണ്ട ഖുർആനികമായ ശാസനയാണ് പ്രിയമുള്ളവരെ നീതിയുടെ ജീവിത സാക്ഷ്യമാവുക എന്നത്. മറ്റെല്ലാ താല്പര്യത്തിനും അപ്പുറത്ത് നീതി മുറുകെ പിടിക്കാൻ നമുക്ക് കഴിയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരം ഒരു ജീവിത സാക്ഷ്യമാണ് നമുക്ക് മുന്നിൽ തെളിയിച്ചു തന്നത്. ആരോടും അനീതിയില്ലാതെ, ആരോടും അതിക്രമമില്ലാത്ത, സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായ സമൂഹത്തിലെ ഏറ്റവും ദുർബലർക്ക് പോലും അവരുടെ അവകാശങ്ങളിൽ ഒട്ടും കുറവ് വരാതെ ലഭ്യമാകുന്ന ഒരു ജീവിതക്രമം, അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ 23 വർഷക്കാലത്തെ പ്രവാചക ജീവിതം കൊണ്ട് സാധ്യമാക്കിയത് നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം വന്ന ഖുലഫാഉർ റാഷിദുകൾ പിന്തുടർന്നതും അതേ വ്യവസ്ഥ തന്നെയായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. ആ ഖലീഫമാരിലാണ് പ്രിയമുള്ളവരെ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു നമ്മൾ കാണുന്നത്. നീതി എന്ന് പറയുന്ന രണ്ടക്ഷരത്തിന് തന്റെ ഖിലാഫത്ത് കൊണ്ട് ജീവൻ നൽകിയ എക്കാലത്തേക്കും മാതൃകായോഗ്യനായ ഭരണാധികാരി, പ്രവാചകന്റെ രണ്ടാം ഉത്തരാധികാരിയായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു നമ്മൾ കാണുകയാണ്. റസൂലുള്ളാഹിനെയും ഖലീഫമാരെയും മാത്രമല്ല, ലോകാരംഭം മുതൽ പടച്ചവനാൽ പരിശീലനം നൽകി അയക്കപ്പെട്ട മുഴുവൻ അംബിയ മുർസലുകളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതും ഇതേ നീതിയുടെ വ്യവസ്ഥയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നതിനെ സംബന്ധിച്ചാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്ത് ഹദീദ് 25-ാമത്തെ ആയത്ത്, ലഖദ് അർസൽനാ റസൂലനാ ബിൽ ബയ്യിനാത്ത് വഅൻസൽനാ മഅഹുൽ കിതാബ വൽ മീസാൻ ലിയഖൂമ അന്നാസു ബിൽ ഖിസ്ത്. ലഖദ് അർസൽനാ റസൂലനാ ബിൽ ബയ്യിനാത്ത്, നമ്മുടെ ദൂതന്മാരെ നിശ്ചയമായും നാം അയച്ചിട്ടുണ്ട് വ്യക്തമായ തെളിവോടുകൂടി, തെളിഞ്ഞ ദൃഷ്ടാന്തങ്ങളോടുകൂടി. വഅൻസൽനാ മഅഹുൽ കിതാബ വൽ മീസാൻ, അവരുടെ കൂടെ അവർക്ക് ആവശ്യമായ മാർഗദർശനത്തിന് വേണ്ട ഗ്രന്ഥവും നാം അവതരിപ്പിച്ചു, ത്രാസും നാം നൽകി. എന്തിനാണ്? ലിയഖൂമ അന്നാസു ബിൽ ഖിസ്ത്, ജനങ്ങൾ നീതിപൂർവ്വം നിലകൊള്ളാൻ, മനുഷ്യൻ നീതിപൂർവ്വം നിലകൊള്ളാൻ. അപ്പൊ മനുഷ്യ സമൂഹത്തിൽ നീതി സ്ഥാപിക്കുക എന്നത് സമാധാനപൂർണമായ ഒരു സാമൂഹിക ജീവിത ക്രമത്തിന്
അനിവാര്യമാണെന്ന അടിത്തറയിൽ നിന്നുകൊണ്ടാണ് ഇസ്ലാം അതിന്റെ അധ്യാപനങ്ങൾ നൽകിയിട്ടുള്ളത്. പ്രവാചകന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചതിന്റെ ഒരു ദൗത്യമായി പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുന്നു വരുമ്പോ ആ പ്രവാചകന്മാരുടെ പിന്മുറക്കാരാകാൻ അവസരം ലഭിച്ച വിശ്വാസികൾ എന്ന നിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുതുബത്തുൽ വിദായിൽ ഈ സമുദായത്തിന്റെ പ്രതിനിധികളെ ഏൽപ്പിച്ച ഖുർആനും സുന്നത്തും മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ചുമതലപ്പെടുത്തപ്പെട്ടവരെന്ന നിലക്ക് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം കൊണ്ട് ഈ ലോകത്ത് സാധ്യമാകേണ്ടത് എന്താണ് എന്ന കാര്യത്തിൽ വളരെ കൃത്യമായി ഖുർആൻ നമ്മളെ ഗൈഡ് ചെയ്യുകയാണ്. റസൂലുള്ളാഹിന്റെ ജീവിതം ഏതൊരു നീതിബോധത്തിന് സാക്ഷ്യം വഹിച്ചുവോ, ഏതൊരു നീതിയിലധിഷ്ഠിതമായ വ്യവസ്ഥയുടെ പുലർച്ചയ്ക്ക് വേണ്ടി റസൂലുള്ളാഹി അത്യധ്വാനം ചെയ്തുവോ, ആ നീതി പുലരുന്ന ഒരു ലോകക്രമത്തിന് വേണ്ടി പണിയെടുക്കാനുള്ള, പരിശ്രമിക്കാനുള്ള, അതിന്റെ പ്രചാരകരും പ്രബോധകരുമായി തീരാനുള്ള ഇച്ഛാശക്തിയോടുകൂടിയുള്ള തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ ഈ റബീഉൽ അവ്വൽ മാസം നമുക്ക് പ്രചാരണമാകണം. റസൂലുള്ളാഹിനോടുള്ള നമ്മുടെ മുഹബ്ബത്ത്, പ്രവാചകനോടുള്ള നമ്മുടെ സ്നേഹം അത് യാഥാർത്ഥ്യപൂർണ്ണമായി തീരണമെങ്കിൽ ഈ രീതിയിൽ പ്രവാചകനെ പിന്തുടരാനുള്ള അർഹതയും യോഗ്യതയും നമ്മൾ ആർജിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ റസൂലുള്ളാഹിനോടുള്ള സ്നേഹം, അവിടുത്തെ ചര്യയെ പിന്തുടർന്നുകൊണ്ട് മൻ അഹബ്ബ സുന്നതി ഫഖദ് അഹബ്ബനി, മൻ അഹബ്ബ സുന്നതി ഫഖദ് അഹബ്ബനി വമൻ അഹബ്ബനി ഫഹുവ മഇയ ഫിൽ ജന്ന, എന്റെ ചര്യയെ പിന്തുടർന്നുകൊണ്ട് ആരെന്നെ സ്നേഹിക്കുന്നുവോ അവരാണ് എന്റെ കൂടെ നാളെ സ്വർഗത്തിൽ ഉണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അഷ്റഫുൽ ഖൽഖിന്റെ കൂടെ നാളെ അല്ലാഹുവിന്റെ സ്വർഗ്ഗം അനന്തരം എടുക്കുന്നവരുടെ കൂട്ടത്തിൽ, ആ തിരു കൈകൾ കൊണ്ട് ഹൗദുൽ കൗസർ ലഭിക്കാൻ അർഹതയുള്ള യോഗ്യതയുള്ളവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും.